മുട്ടക്കൊന്നും വില കൂടിയിട്ടൊന്നുമില്ല. നമ്മൾ പൈസേൻ്റെ മൂല്യം കുറഞ്ഞതാണ്. ഇന്ത്യൻ പൈസേൻ്റെ മൂല്യം കുറഞ്ഞതാണ്. മറ്റു മുട്ടക്കൊന്നും വില കൂടിയിട്ടൊന്നുമില്ല. അതെ, മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിന്റെ മൂല്യം കുറഞ്ഞതാണ്. ഒരു കിലോ മത്തി മേടിക്കാൻ 350 രൂപ. പിന്നെ പൈസ കൂടുമ്പം പൈസ കൂടും, പൈസ കുറയുമ്പം പൈസ കുറയും. അത്യാവശ്യക്കാരൻ മേടിക്കുക, പ്രയാസമൊന്നുമില്ല. ഒന്നൊന്നും ചിക്കനൊന്നും വാങ്ങിയിട്ടില്ല. നമ്മൾ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി വില കൂടിയുണ്ട്. നമുക്കറിയാം ഗ്യാസിന് വില കൂടിയതുപോലെ മുട്ടയ്ക്കും അതുപോലെ തന്നെ ബീഫിനും ചിക്കനും എല്ലാം വില കൂടിയിട്ടുണ്ട്. എന്തായാലും ഈ ഹോട്ടൽ മേഖലയിൽ, തട്ടുകട പോലുള്ള മേഖലയിലൊക്കെ അത് വലിയൊരു പ്രതിസന്ധിയാണ് നേരിടാൻ പോകുന്നത്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, തട്ടുകടയിലൊക്കെ ഈ മുട്ടയില്ലെങ്കിൽ, മുട്ടയാണ് ഏറ്റവും പ്രധാനം, അതുപോലെ തന്നെ ചിക്കനും അതുപോലെ തന്നെ എല്ലാം പ്രധാനമായിട്ടുള്ള ഘടകമാണ്. പക്ഷേ എല്ലാവരും അത് ബുദ്ധിമുട്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ വില കൂടിയിട്ടുണ്ട്. എന്തായാലും അത് ഹോട്ടൽ ഉടമകളോട് തന്നെ, തട്ടുകട നടത്തുന്ന ആൾക്കാരോട് ചോദിക്കേണ്ടതുണ്ട്. എന്ത് തോന്നുന്നു വില കൂടിയിട്ട് പ്രതിസന്ധി ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ലേ, വിലയെല്ലാം കൂടുതലല്ലേ. ഒന്നൊന്നും ചിക്കനൊന്നും വാങ്ങിയിട്ടില്ല. നമ്മൾ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി വില കൂടിയുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ബീഫിനൊക്കെ വില കൂടിയിട്ടുണ്ട്. എല്ലാത്തിനും വില കൂടി. എപ്പോഴേ പ്രതിസന്ധിയാ. ഈ പ്രതിസന്ധി മാത്രമേ ഉള്ളൂ. നമുക്ക് മാത്രമേ വില ഉള്ളൂ, ബാക്കിയെല്ലാത്തിനും വിലയുണ്ട്. എല്ലാ സാധനങ്ങൾക്കും വില കൂടി. വില കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വില കൂടി. കാരണം ചെരുപ്പുകളൊക്കെ തന്നെ 10-50 രൂപ വെച്ച് കൂടി. അതേപോലെ ഒരു കിലോ മത്തി മേടിക്കാൻ 350 രൂപ. അങ്ങനെ എല്ലാ സാധനവും മുട്ടക്കാരനൊക്കെ വലിയ വിലയല്ലേ. മുട്ടയ്ക്ക് ഇപ്പോൾ 8 രൂപ മറ്റാ കടയിൽ നമ്മൾ മേടിക്കേണ്ടി വരും. നേരത്തെ 6 രൂപയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. വീട്ടിൽ നിന്ന് കട്ടൻ ചായ എനിക്ക് കുടിക്കില്ലായിരുന്നു. അത് നമ്മളങ്ങനെ ഒതുങ്ങിയാക്കല്ല, അത് തന്നെ 15 രൂപയായി ഒരു ചായ. മുട്ടക്കൊന്നും വില കൂടിയിട്ടൊന്നുമില്ല. നമ്മൾ പൈസേൻ്റെ മൂല്യം കുറഞ്ഞതാണ്. ഇന്ത്യൻ പൈസേൻ്റെ മൂല്യം കുറഞ്ഞതാണ്. മറ്റു മുട്ടക്കൊന്നും വില കൂടിയിട്ടൊന്നുമില്ല. അതെ, മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിന്റെ മൂല്യം കുറഞ്ഞതാണ്. എന്തായാലും എല്ലാവരും പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വില കൂടിയതുകൂടി വൈകുന്നേരങ്ങളിൽ ഒരു ചായയിലൊക്കെ കുടിക്കാൻ പറ്റുമെങ്കിൽ ഒരു പൊറോട്ടയും ചിക്കനൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം എന്ന് പറയുന്നത്. ഇപ്പം മുട്ടയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഭക്ഷണത്തിനും വില കൂടിയതുകൂടി ഈ ഹോട്ടൽ മേഖലയിലുള്ളവരും ഈ ചായ കുടിക്കാൻ വരുന്നവരൊക്കെ പ്രതിസന്ധിയിലാണ്. അപ്പോൾ അതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയിട്ടുള്ളത്, ബാക്കിയെല്ലാം വില കൂടി, നമുക്ക് മാത്രമാണ് വില കൂടാതെ നിൽക്കുന്നത് എന്ന രീതിയിലൊക്കെ അഭിപ്രായങ്ങളാണ് വരുന്നത്. പിന്നെ പൈസ കൂടുമ്പം പൈസ കൂടും, പൈസ കുറയുമ്പം പൈസ കുറയും. അത്യാവശ്യക്കാരൻ മേടിക്കുക, പ്രയാസമൊന്നുമില്ല. എല്ലാം വരും. ആവശ്യക്കാരൻ വരും, പൈസ നോക്കൂല മേടിക്കും. നമ്മളിപ്പോൾ ഇഞ്ചിക്ക് 300 രൂപയില്ലേ മേടിക്കുന്നില്ലേ, വെളുത്തുള്ളി 300 ഇല്ലേ, അത് ആവശ്യത്തിന് 100-200 മേടിക്കും. ഒരു പ്രയാസം സാധാരണക്കാരന് എന്ത് പ്രയാസം? ഇപ്പം പൈസ ഇല്ലാത്ത ആരുള്ള ലോകത്ത്. പിന്നെ എല്ലാവർക്കും മന്തി, ഹിന്ദി എല്ലാം വേണം. എല്ലാം ഉള്ളി മുതൽ എല്ലാം തന്നെ. ഇതിനകത്ത് ചിക്കന് മാത്രമല്ല, ചിക്കന് പിന്നെ കൂടും കുറയും. ഇനിയിപ്പോൾ അടുത്ത മാസം കുറയും. ഓരോ സീസണല്ല. എല്ലാ ഒന്നൊന്നും ഓരോ സമയത്ത് ഇതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. കയറ്റുമതിയില്ല. ഇപ്പോൾ കർണാടകത്തില്ലെങ്കിൽ ഇവിടെ വില കൂടും, ഇവിടെ ഉണ്ടെങ്കിൽ കർണാടകത്തിൽ വില കുറയും. അങ്ങനെ നല്ല രീതിയിൽ ഈ മാർക്കറ്റിൽ, ഉളിക്കൽ മാർക്കറ്റാണ്, ആ ഉളിക്കൽ മാർക്കറ്റിൽ അത്യാവശ്യം ആളുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ആളുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നൊരു അഭിപ്രായവും ഇവിടുത്തെ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കോഴികൾക്ക് 200 രൂപയും മുട്ടകൾക്ക് 7 രൂപ തൊട്ട് 9 രൂപ വരെയൊക്കെയാണ് കൂടിയിട്ടുള്ളത്. നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അത് സാധാരണക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്ന രീതിയിൽ അഭിപ്രായങ്ങളും, അതുപോലെ തന്നെ അത് കുറയാനുള്ള സാധ്യത ഉണ്ടെന്ന രീതിയിൽ അഭിപ്രായങ്ങളും നിലവിൽ ഇവിടുത്തെ ജനങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജനറ്റ്.